അതെ, ഒരു കാര്യം പറയട്ടെ. അതായത് കഴിഞ്ഞ മഴയത്ത് നല്ല കാറ്റിൽ ഒടിഞ്ഞു വീണ പനയാണ് ട്ടോ ഇത്. കുറച്ച് ദിവസമായി ഇവിടെ ഇങ്ങനെ ഇരിക്കണു. അപ്പം തോന്നിയൊരു ഐഡിയ ആണ്. സക്സസ് ആയ കഥയാണെന്ന്. നമ്മൾ തെങ്ങിൻ്റെ കൂമ്പൊക്കെ ഒരുപാട് കഴിച്ചിട്ടുണ്ടെങ്കിലും പനയുടെ കൂമ്പ് കഴിക്കുക എന്നുള്ള പുതിയൊരു അറിവ് യൂട്യൂബ് മാമനാട്ടോ തന്നത്. അപ്പോൾ ചെറുപ്പത്തിലൊക്കെ ഞങ്ങൾ ചെറിയ കുഞ്ഞു പനകളൊക്കെ വെട്ടി കഴിക്കുമായിരുന്നു കേട്ടോ. അന്നത്തെ നമ്മളെ സൈസിനുള്ള അത്രേ. പക്ഷേ ഇത്രയും വലിയ പനേൻ്റെ മുന്നിലായിട്ട് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാവുമെന്ന് അറിയില്ലായിരുന്നു. അതായത് മുന്നിൽ എന്ന് പറയാൻ കാരണം ഞങ്ങൾ തണ്ടിൻ്റെ ഭാഗത്തുള്ളായിരുന്നു കഴിച്ചുകൊണ്ടിരുന്നത് കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ കണ്ടപ്പം കുറച്ച് ദിവസമായിട്ട് തലയിൽ മിന്നാത്തൊരു ഐഡിയ ഇപ്പോൾ ഉദിച്ചു. അതായത് നമുക്കിത് പറമ്പിൽ നിന്ന് മാറ്റണമായിരുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ അതുണ്ടോ എന്നറിയാൻ വേണ്ടി വളരെ കഷ്ടപ്പെട്ട് എടുത്തുണ്ടാക്കിയതാട്ടോ. നോക്കുമ്പോൾ ദേ അടിപൊളി സാധനം. തെങ്ങിൻ്റെ തൂമ്പ് കഴിച്ച് ശീലമുള്ളവരും ഇഷ്ടമുള്ളവരും ആണെങ്കിൽ തീർച്ചയായിട്ടും ഇതും ഇഷ്ടപ്പെടും കേട്ടോ. എനിക്ക് തോന്നുന്നു അതിനേക്കാൾ ഒന്നുകൂടി ഒരു ടേസ്റ്റും മധുരം ഇതിനാണെന്ന്. ഏതായാലും സംഗതി അടിപൊളി. ഇത് കഴിച്ചിട്ടുള്ളവരുണ്ടെങ്കിൽ കമൻറ്റിലൂടെ അറിയിക്കേ.